വിവാഹം കഴിഞ്ഞ് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുവാൻ ആദ്യം ചെയ്യേണ്ടത് വിവാഹം കഴിഞ്ഞ പാടെ തന്നെ ദമ്പതികൾ സ്വന്തമായ ഒരു വീടെടുത്ത് മാറുക എന്നുള്ളതാണ്. കാരണം തനിയെ ജീവിക്കുമ്പോൾ മാത്രമേ അവർക്ക് അവരവരുടേതായ ഫ്രീഡമും പ്രൈവസിയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഭർത്താവിന്റെ വീട്ടിൽ താമസിച്ചാൽ കൂടുതലും അവരുടെ കടന്നുകയറ്റം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും മനസമാധാനം പലപ്പോഴും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. കൂടുതലും ഭർതൃ വീട്ടുകാരുടെ കടന്നുകയറ്റമാണ് കൂടുതൽ പ്രശ്നങ്ങൾക്കും ഡിവോഴ്സിനും വരെയും കാരണമാകാറുള്ളത്. മാതാപിതാക്കളുമായി ബന്ധം പാടില്ല എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വല്ലപ്പോഴും വന്നു പോകുമ്പോൾ മാത്രമേ എല്ലാ ബന്ധങ്ങൾക്കും വിലയുള്ളൂ. ഉള്ള സ്നേഹമെങ്കിലും ബാക്കിയുണ്ടാകും. അല്ലാതെ ഒരു കുടുംബത്തിൽ കീരിയും പാമ്പും പോലെ ജീവിക്കുന്നത് കൊണ്ട് ആർക്കെന്ത് നേട്ടമാണ് ഉണ്ടാവുക? വലിയ വലിയ വഴക്കുകളിലേക്കും മനസമാധാനക്കേടുകളിലേക്കും ചിലപ്പോഴൊക്കെ ആത്മഹത്യകളിലേക്കും കൊലപാതകങ്ങളിലേക്ക് വരെയും ഇത് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. പല ആളുകൾക്കും മാറി താമസിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയ പാതകം ചെയ്യുകയാണെന്നൊരു തോന്നലാണ്. മാതാപിതാക്കളെ ഉപേക്ഷിക്കുകയാണെന്നാണ് പല ഭർത്താക്കന്മാരുടെയും വിചാരം. അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് ഭാര്യമാർ എല്ലാ കാര്യങ്ങളും സഫർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ അവരുടെ മാതാപിതാക്കളെ വിട്ടല്ലേ മറ്റൊരു വീട്ടിലേക്ക് വരുന്നത്? അതിനർത്ഥം മാതാപിതാക്കളെ ഉപേക്ഷിച്ചതാണ് എന്നാണോ? ഒരു പെൺകുട്ടിക്ക് അങ്ങനെ വീട് മാറി വരാമെങ്കിൽ ആൺകുട്ടികൾക്കും അത് സാധിക്കണം. മാതാപിതാക്കൾ എന്നത് ആണിന്റെ ആയാലും പെണ്ണിന്റെ ആയാലും ഒന്ന് തന്നെയാണ്. ആൺമക്കളുടെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഒരു പെൺകുട്ടി അവളുടെ വീടും കുടുംബവും മാതാപിതാക്കളെയും എല്ലാം വിട്ട് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്നത് നോർമലായ ഒരു കാര്യമാണെങ്കിൽ വിവാഹം കഴിഞ്ഞവർ അവരുടേതായ സ്പേസിൽ മാറി താമസിക്കുന്നതും നോർമലാണ്. ആകെ ഒരു ജീവിതമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അത് നമ്മൾ താമസിക്കുന്ന ഇടം നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് നല്ലത്. വ്യക്തിബന്ധങ്ങൾ നിലനിൽക്കാനും അത് തന്നെയാണ് നല്ലത്. എല്ലാവരും അവനവന്റേതായ കുടുംബം ഉണ്ടാക്കുകയും അവിടെ സന്തോഷമായും സമാധാനവുമായി ജീവിക്കുകയുമാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെയും മനസമാധാനത്തോടെയും ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.